ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ സേവനം അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് നാളെ മുതൽ അൽഹിന്ദിന്റെ സേവന കേന്ദ്രങ്ങൾ വഴി സേവനം ലഭിക്കും. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ്. എങ്ങനെയാണ് ഈ സേവനങ്ങൾ ലഭ്യമായി തുടങ്ങുക? എന്താണ് വിവരങ്ങൾ സുരേഷ്? ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കാരണം 45 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള രാജ്യമാണ് UAE. അവിടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായി പാസ്പോർട്ട് വിസ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സേവന കാര്യത്തിൽ അവ്യക്തതയും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. നാളെ മുതൽ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഈ സേവനങ്ങൾ നൽകുമെന്നാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. കഴിഞ്ഞ മാസം 25-ാം തീയതി മുതൽ ആ സേവനങ്ങൾ ഏതാണ്ട് നിർത്തിവെച്ച് പിന്നീട് എംബസിയും കോൺസുലേറ്റും ഒക്കെയാണ് നൽകിയിരുന്നത്. എന്നാൽ നാളെ മുതൽ എംബസിയും കോൺസുലേറ്റും നൽകില്ല, മറിച്ച് അൽഹിന്ദിന്റെ 16 സേവന കേന്ദ്രങ്ങൾ വഴി ഈ സേവനങ്ങൾ ലഭിക്കുമെന്നാണ് അറിയിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സേവന കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കും. ഏറ്റവും അധികം സേവന കേന്ദ്രങ്ങൾ ഉള്ളത് അബുദാബിയിലാണ്. ഈ സേവന കേന്ദ്രങ്ങളിൽ ആദ്യം സമയം ബുക്ക് ചെയ്യണം, സ്ലോട്ട് ബുക്ക് ചെയ്യണം എന്നുള്ളതാണ്. കോൺസുലാർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിൽ കയറിയാണ് സമയം ബുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ സമയം ബുക്ക് ചെയ്താൽ ആ സമയത്തിന്റെ 15 മിനിറ്റ് മുൻപ് ഈ സേവന കേന്ദ്രങ്ങളിൽ എത്തി സേവനങ്ങൾ ലഭിക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. അബുദാബിയിൽ ഏറ്റവും അധികം സേവന കേന്ദ്രങ്ങളുണ്ട്. അൽ റീം മുസഫ, അലൈൻ, മദീനത്ത് സായിദ്, അൽദഫ്ര തുടങ്ങിയിട്ടുള്ള മേഖല. ദുബായിൽ 2 സർവീസ് കേന്ദ്രങ്ങളുണ്ട്. ബർദുബായിലും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലും. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരു സേവന കേന്ദ്രമാണ്. അൽമജാസിലുണ്ട്. അതോടൊപ്പം തന്നെ ഫുജീറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലൊക്കെ സേവന കേന്ദ്രങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പാസ്പോർട്ട് സേവനത്തിനുള്ള ഫീസ് അത് നൽകണം. അതുകൂടാതെ 19 ദിർഹമാണ് അൽഹിന്ദിന് സേവന നിരക്കായി നൽകേണ്ടത് എന്ന് കൂടി കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ ആശ്വാസമാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്.